സോ ചേർച്ച് ഗോയിങ് എന്ന് പറയുന്നൊരു പോയട്രി എഴുതിയിട്ടുള്ളത് ഫിലിപ്പ് ലാർക്കിനാണ്. 20th സെഞ്ച്വറിയിലെ തന്നെ ഏറ്റവും മേജറായിട്ടുള്ള ഒരു റൈറ്ററാണ് ഫിലിപ്പ് ലാർക്കിൻ. ആൻഡ് ഹി വാസ് ബിലോങ്ഡ് ടു മൂവ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ലിറ്റററി മൂവ്മെൻ്റ് ഉണ്ട്. 20th സെഞ്ച്വറിയിലെ ഒരു പ്രൊമിനൻ്റ് ആയിട്ടുള്ളൊരു ലിറ്റററി മൂവ്മെൻ്റാണ് ഈ ഒരു മൂവ്മെൻ്റ് എന്ന് പറയുന്നത്. സോ അത് മാത്രമല്ല, ഈ ഒരു 20th സെഞ്ച്വറി എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയാറുണ്ട്. 20th സെഞ്ച്വറിയിലെ വർക്ക്സ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ പറയാറുണ്ട് 20th സെഞ്ച്വറി ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് വേൾഡ് വാർ എന്നാണ് പറയാറുണ്ട്. അത് മാത്രമല്ല 20th സെഞ്ച്വറിയിൽ വേൾഡ് വാർ മാത്രമല്ല ആക്ച്വലി ഒരുപാട് ഡെവലപ്മെൻറ്റും ഒരുപാട് തിയറീസും ഒരുപാട് ലിറ്റററി മൂവ്മെൻറ്റും പിന്നെ സയൻറ്റിഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ടെക്നോളജിക്കൽ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് ഒക്കെ സംഭവിച്ചിട്ടുള്ളത് ഈ ഒരു 20th സെഞ്ച്വറിയിലാണ്. അതുകൊണ്ട് തന്നെ ചേർച്ച് ഗോയിങ് എന്ന് പറയുന്ന പോയത്തിൻ്റെ അല്ലെങ്കിൽ ഇതിലെ തീം എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. മാത്രമല്ല ഒരു റിലീജിയസ് പോയമാണെന്ന് നമ്മൾ പറയുമ്പോഴും ഇതിൽ ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ചേർച്ച് ഗോയിങ് എന്ന് പറയുന്ന പോയട്രിയിൽ ഫിലിപ്പ് ലാർക്കിൻ കൊണ്ടുവരുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഡിസ്കസ് സംതിങ് അബൌട്ട് ഫിലിപ്പ് ലാർക്കിൻ ആൻഡ് മൂവ്മെൻറ്റ് പോയട്രി. അപ്പോൾ മൂവ്മെൻറ്റ് പോയട്രിനെ കുറിച്ച് അറിയാണ്ട് നിങ്ങൾ ഫിലിപ്പ് ലാർക്കിനെ കുറിച്ച് പഠിക്കരുത്. അതുപോലെ ഫിലിപ്പ് ലാർക്കിനെ കുറിച്ച് അറിയാണ്ട് ഈ പോയട്രിയിലേക്കും പോകരുത്. ഒരുപാട് വലിയ ഇൻട്രൊഡക്ഷനൊന്നും അല്ലെങ്കിൽ ബയോഗ്രഫിയൊന്നും ഞാൻ പറയുന്നില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമൊന്ന് ഞാൻ പറഞ്ഞുതരാം. സോ ഫിലിപ്പ് ലാർക്കിൻ വാസ് ബോൺ ഇൻ 1922 ഇൻ വാർവിക്ക്ഷയർ ആൻഡ് ഹി വാസ് എഡ്യൂക്കേറ്റഡ് അറ്റ് ദി ലോക്കൽ കിങ് ഹെൻറി VIII സ്കൂൾ ഇൻ സെൻറ്റ് ജോൺസ് കോളേജ്, ഓക്സ്ഫോർഡ്, ഫ്രം വേർ ഹി ഗ്രാജുവേറ്റഡ് ഇൻ 1943. സോ സെൻറ്റ് ജോൺസൺസ് കോളേജിൽ നിന്നാണ് ഗ്രാജുവേഷൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ കിങ് ഹെൻറി VIII എന്ന് പറയുന്ന സ്കൂളിൽ നിന്നാണ് അദ്ദേഹം ബേസിക് ആയിട്ടുള്ള എഡ്യൂക്കേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. എ കളക്ഷൻ ഓഫ് ഹിസ് പോംസ് എൻറ്റൈറ്റിൽഡ് ദ നോർത്ത് ഷിപ്പ്, മോസ്റ്റ്ലി ലവ് ലിറിക്സ്, was published in 1945. The poems show a marked influence of W.B. Yeats. അപ്പോൾ W.B. Yeatsനെ നിങ്ങൾക്ക് അറിയുണ്ടാവും. അപ്പോൾ W.B. Yeatsൻ്റെ പോയട്രീസും അതുപോലെ അദ്ദേഹത്തിൻ്റെ ആക്ടിവിറ്റികളൊക്കെ നമ്മുടെ ഫിലിപ്പ് ലാർക്കിനെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെ എഴുതിയൊരു പോയട്രി കളക്ഷനാണ് ദ നോർത്ത് ഷിപ്പ് എന്ന് പറയുന്നത്. Then he came under the spell of Hardy, whose influence continued through. അപ്പോൾ തോമസ് ഹാർഡിനെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. തോമസ് ഹാർഡി കുറച്ചൊക്കെ ഒരു റിയലിസ്റ്റിക് റൈറ്ററാണ്. ദെൻ അദ്ദേഹത്തിൻ്റെ ഇൻഫ്ലുവൻസും എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഫിലിപ്പ് ലാർക്കിനെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. ദെൻ ഹി ബിക്കെയിം എ ലൈബ്രറിയൻ. ബോത്ത് ലാർക്കിൻ ആൻഡ് ആമീസ് എന്ന് പറയുന്നത് കിങ്സ്ലി ആമീസ് ആണ് കേട്ടോ. കിങ്സ്ലി ആമീസിനെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ആംഗ്രി യങ് മാൻ എന്ന് പറയുന്ന ഒരു 20th സെഞ്ച്വറി ലിറ്റററി മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. അതിലെ മേജറായിട്ടുള്ള ഫൗണ്ടറാണ് കിങ്സ്ലി ആമീസും അതുപോലെ ജോൺ ഓസ്ബോണും. സോ ഈ ഒരു 20th സെഞ്ച്വറി ലിറ്ററേച്ചർ നിങ്ങൾ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ 21st സെഞ്ച്വറി ലിറ്ററേച്ചർ പഠിക്കുമ്പോൾ 21st സെഞ്ച്വറിയിൽ ഉണ്ടായിരുന്ന മൂവ്മെൻറ്റ്സ് ഏതൊക്കെയാണെന്നൊന്നും കൂടി ഒന്ന് നോക്കി വെക്കണം. So Kingsley Amis and Philip Larkin were close friends at college, and this friendship continued in later life. ദെൻ ഫിലിപ്പ് ലാർക്കിൻ്റെ മറ്റ് വർക്ക്സാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞത് പോയട്രി കളക്ഷനാണ്. 1945 പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്ന നോർത്ത് ഷിപ്പ് എന്ന് പറയുന്ന ഒരു പോയട്രി കളക്ഷൻ ഉണ്ട്. ദെൻ മറ്റുള്ള വർക്ക്സാണ് 1955 പബ്ലിഷ് ചെയ്ത ദ ലെസ് ഡിസീവ്ഡ്. ദെൻ 1964 പബ്ലിഷ് ചെയ്ത ദ വിറ്റ്സൺ വെഡ്ഡിങ് എന്ന് പറയുന്നത്. വിറ്റ്സൺ വെഡ്ഡിങ് ആണ് കേട്ടോ, വിറ്റ്സൺ വെഡ്ഡിങ് എന്ന് പറയുന്നത്. സോ ഇതൊക്കെ പോയട്രി കളക്ഷൻസ് ആണ്. ദെൻ അദ്ദേഹത്തിൻ്റെ നോവൽസാണ് 1948 പബ്ലിഷ് ചെയ്ത ജിൽ എന്ന് പറയുന്ന നോവൽ. ദെൻ എ ഗേൾ ഇൻ വിൻ്റർ ഇൻ 1947. ഓക്കെ, 1947 എ ഗേൾ ഇൻ ദ വിൻ്റർ എന്ന് പറയുന്ന ഒരു നോവലും ജിൽ എന്ന് പറയുന്ന ഒരു നോവലും പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. JILL ആണ് കേട്ടോ ജിൽ എന്ന് പറയുന്നത്. സോ ഹി വാസ് അവാർഡഡ് ദ ക്വീൻസ് ഗോൾഡ് മെഡൽ ഫോർ പോയട്രി ആൻഡ് ദി ആർട്സ് കൗൺസിൽ ട്രീനിയൽ അവാർഡ് ഫോർ പോയട്രി ഇൻ 1956. സോ ഇത്രയും അവാർഡ്സാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഫിലിപ്പ് ലാർക്കിനെ കുറിച്ച് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഫിലിപ്പ് ലാർക്കിൻ്റെ വർക്ക്സ് പഠിക്കുമ്പോൾ നിർബന്ധമായിട്ട് മനസ്സിലേക്ക് വെക്കേണ്ട മറ്റൊരു കാര്യമാണ് മൂവ്മെൻറ്റ് പോയട്രി എന്ന് പറയുന്നത്. ദ മൂവ്മെൻറ്റ് എന്നാണ് ഈ ഒരു ലിറ്റററി മൂവ്മെൻറ്റിൻ്റെ പേര്. സോ അതെന്താണെന്ന് ജസ്റ്റ് നോക്കാം. എ ടേം അപ്ലൈഡ് സിൻസ് 1954 to a loose group of English poets whose work subsequently appeared in the anthology New Lines, edited by Robert Conquest. സോ 1954 ഈ ഒരു മൂവ്മെൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ മൂവ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നത്.
1956 പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്ന ന്യൂ ലൈൻസ് എന്ന് പറയുന്ന ഒരു ആന്തോളജി ഉണ്ട്. ഓക്കെ, അത് ഇംഗ്ലണ്ടിലായിരുന്നു ഇത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ എഡിറ്റർ എന്ന് പറയുന്നത് റോബർട്ട് കോൺഗസ്റ്റ് ആയിരുന്നു. സോ ഈ ഒരു മാഗസിൻ അല്ലെങ്കിൽ ഈ ഒരു ആന്തോളജിയിൽ നിരന്തരമായിട്ട് പുതിയ വർക്കുകൾ പബ്ലിഷ് ചെയ്യുമായിരുന്നു. ഓക്കെ, പുതിയ പുതിയ റൈറ്റേഴ്സ് അവരുടെ പോയട്രീസൊക്കെ പബ്ലിഷ് ചെയ്യുമായിരുന്നു. സോ ഈ ഒരു മൂവ്മെൻറ്റ് ഗ്രൂപ്പിലുണ്ടായിരുന്ന ഇംഗ്ലീഷ് പോയറ്റ്സ് ആയിരുന്നു ഈ ഒരു ആന്തോളജിയിൽ പോയട്രി കളക്ഷൻസൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ആരൊക്കെയായിരുന്നു എന്ന് നോക്കാം. കിങ്സ്ലി ആമിസ്, നമ്മൾ നേരത്തെ പറഞ്ഞു കിങ്സ്ലി ആമിസ് ആംഗ്രി തിയേറ്ററിലും ആക്റ്റീവായിരുന്നു. അതേപോലെ തന്നെ മൂവ്മെൻറ്റ് പോയട്രിയിലും അദ്ദേഹം ആക്റ്റീവായിരുന്നു. ദെൻ കിങ്സ്ലി ആമിസ്, ഡൊണാൾഡ് ഡേവി, DJ എൻറൈറ്റ്, ടോം ഗണ്ണിൻ്റെ ഒരു വർക്ക് നിങ്ങൾക്ക് ഈ സെമസ്റ്ററിൽ തന്നെ തേർഡ് സെമ്മിൽ തന്നെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ദെൻ എലിസബത്ത് ജെന്നിങ്ങിൻ്റെ വർക്ക് പഠിക്കാനുണ്ട്. ഫിലിപ്പ് ലാക്കിംഗ്, ദെൻ ജോൺ വെയ്ൻ. സോ ഇത്രയും പേരാണ് മൂവ്മെൻറ്റ് പോയട്രീസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ടായിരുന്ന ഫിഗേഴ്സ് എന്ന് പറയുന്നത്. ദെയർ കോമൺ ഗ്രൗണ്ട് വാസ് ലിമിറ്റഡ് ടു അവോയ്ഡൻസ് ഓഫ് റൊമാൻറ്റിക് പോസ്റ്റേഴ്സ് ഇൻ ഫേവർ ഓഫ് ഐറണിക് ഡിറ്റാച്ച്മെൻറ്റ്, എ റിയാക്ഷൻ എഗെയിൻസ്റ്റ് ദ എക്സസസ് ഓഫ് മോഡേണിസം ആൻഡ് കൾട്ടിവേഷൻ ഓഫ് പോയട്രി ആൻഡ് ആസ് എ ഡിസിപ്ലിൻഡ് ക്രാഫ്റ്റ്. അപ്പോൾ ഇവർ മോഡേണിസ്റ്റിക് മൂവ്മെൻറ്റും അതുപോലെ റൊമാൻറ്റിക് മൂവ്മെൻറ്റ്സിനൊക്കെ എതിരായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് മൂവ്മെൻറ്റ് പോയട്രീനെ കുറിച്ചുള്ളൊരു ഏകദേശ രൂപം എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങൾ കുറച്ചും കൂടി ഒന്ന് വായിക്കുന്നത് നല്ലതായിരിക്കും. കാരണം സെൽഫ് റീഡിങ് കുറച്ചും കൂടി നിങ്ങളുടെ ആ ഒരു നോളജിനെ അല്ലെങ്കിൽ ആ ഒരു മനസ്സിലാക്കുന്ന ആ ഒരു കപ്പാസിറ്റീനെ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യും. അതുകൊണ്ട് നിങ്ങളും നിങ്ങളുടേതായിട്ടുള്ളൊരു റീഡിങ് നടത്തേണ്ടത് അത്യാവശ്യമാണ്. സോ ഇനി നമുക്ക് ഫിലിപ്പ് ലാക്സിൻ്റെ പോയട്രീസിനെ കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യാം. എന്താണ് അദ്ദേഹത്തിൻ്റെ പോയട്രീസിൻ്റെ പ്രത്യേകത എന്നുള്ളത് നോക്കാം. Clarity and intelligibility is the most important characteristics of Larkin poetry that captures our attention. ഓക്കെ, അദ്ദേഹത്തിൻ്റെ പോയട്രി ഇപ്പോൾ നിങ്ങൾ പഠിക്കാൻ പോകുന്ന ഈ ചേർച്ച് ഗോയിങ് എന്ന് പറയുന്ന പോയട്രി നോക്കുകയാണെങ്കിൽ തന്നെ അത് ക്ലിയർ ആണ്. അതിൽ യൂസ് ചെയ്തിട്ടുള്ള തീംസ് ആയിക്കോട്ടെ, പിന്നെ വൊക്കാബുലറി ആയിക്കോട്ടെ, പിന്നെ ഡിക്ഷൻസ് ആയിക്കോട്ടെ, മെറ്റഫേഴ്സ് ആയിക്കോട്ടെ, സിമിലി ആയിക്കോട്ടെ, എന്തിനും അതിൻ്റേതായിട്ടുള്ളൊരു ക്ലാരിറ്റി അദ്ദേഹത്തിൻ്റെ വർക്കിനുണ്ട്. മാത്രമല്ല ഒരു ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഫിലോസഫിക്കലായിട്ടുള്ള വേയിലാണ് അദ്ദേഹം കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നത്. ദെൻ എ ഫേം സ്ട്രക്ചർ പ്രസൻറ്റ് ഇൻ ഹിസ് പോംസ് ഷോസ് ഹിസ് ക്രാഫ്റ്റ്മാൻഷിപ്പ്. പോർട്രയൽ ഓർ റിയലിസ്റ്റിക് ഡീറ്റെയിൽസ് ഓഫ് ദി ലൈഫ് അറൗണ്ട് ഹിം ഈസ് അനദർ ഫീച്ചർ. അപ്പോൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പോയട്രി വായിക്കുമ്പോൾ നമുക്കങ്ങനെ റിയലിസ്റ്റിക് ആണ് എന്ന് തോന്നില്ലെങ്കിലും ഹി റോട്ട് ദിസ് പോയം ഇൻ എ റിയലിസ്റ്റിക് ആസ്പെക്റ്റ്. സോ ഇനി നമുക്ക് പോയട്രിയിലേക്ക് കടക്കാം. പോയട്രിയിലേക്ക് കടക്കുമ്പോൾ നമുക്ക് ലൈൻസ് നോക്കണം. പിന്നെ പാരഗ്രാഫ് വൈസ് നമുക്ക് ഇതിൻ്റെ മീനിങ് പറയാം. പിന്നെ വീഡിയോ ഒരുപാട് ലെങ്തി ആവുകയാണെങ്കിൽ 2 പാർട്ടായിട്ടായിരിക്കും ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. ഏകദേശം 7 സ്റ്റാൻസാസ് ആണ് ഈ ഒരു പോയട്രിക്കുള്ളത്. നമ്മളിപ്പോൾ പാരഗ്രാഫ് വൈസ് ആണ് പറയുന്നതെങ്കിലും നമുക്ക് ചില ലൈൻസിൽ തന്നിട്ടുള്ള ചില വേർഡ്സ് ഫ്രേസുകളൊക്കെ നമുക്കങ്ങനെ ജനറലായിട്ട് പറഞ്ഞു പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മളങ്ങനെ ഓരോന്നും എടുത്ത് പറയുമ്പോൾ ഡെഫിനറ്റ്ലി വീഡിയോൻ്റെ ലെങ്ത്ത് കൂടും. അപ്പോൾ നമ്മൾ 2 പാർട്ടായിട്ട് ഇത് അപ്ലോഡ് ചെയ്യും. സോ ചർച്ച് ഗോയിങ് ബൈ ഫിലിപ്പ് ലാക്കിംഗ്. Once, I'm sure there is nothing going on. I step inside, letting the door thud shut. Another church, matting seeds and stone, and little books, sprawling of flowers cut for Sunday, brownish now. Some brass and stuff up at the holy end, the small neat organ. And at a tense, musty, unignorable silence, brewed God knows how long. Hateless, I take off my cycle, clips in awkward reverence. So this is the first stanza of Philip Larkin's Church Going. സോ ഇതിൻ്റെ സമ്മറി പറയുന്നതിന് മുന്നേ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എക്സാമിൻ്റെ തലേന്നൊന്നും വന്നിട്ട് ക്ലാസ് കേൾക്കരുത്. കാരണം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വർക്കാണിത്. അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ് കേൾക്കുന്ന അപ്പം തന്നെ വേഗം എന്ത് ചെയ്യുക, നോട്ട്സൊക്കെ എഴുതി വെക്കുക. സോ മാത്രമല്ല നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം ഈ വീഡിയോ കിട്ടുന്ന ആളുകൾ അപ്പം തന്നെ അതൊന്ന് വാച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യും, നോട്ട്സൊക്കെ എഴുതി പ്രിപ്പയർ ചെയ്ത് വെച്ചോളും. സോ ഷെയർ ചെയ്യാൻ മറക്കരുത്. സോ വി ആർ ഗോയിങ് ടു ദ ഫസ്റ്റ് ആൻസർ. അപ്പോൾ ഇതിൽ പറയുന്നത് വൺസ് ഐ ആം, അവിടെ ഒരു നെറേറ്റർ ഉണ്ട് അല്ലേ, ഫസ്റ്റ് പേഴ്സൺ നെറേറ്റീവിലാണ് ഇത് നെറേറ്റ് ചെയ്യുന്നത്. വൺസ് ഐ ആം ഷുവർ ദർ ഈസ് നത്തിങ് ഗോയിങ് ഓൺ. ഇറ്റ് മീൻസ് ദ പോയറ്റ് നോട്ട് ഷുവർ വൺസ്
But now he is sure that there is nothing going on. There is building, nothing has happened inside in the building. So he is standing in front of a building and he explains that, or he says that there is nothing ഗോയിങ് ഓൺ, അവിടെ ഒന്നും നടക്കുന്നില്ല, വെറുതെ ഒരു ബിൽഡിംഗ് അവിടെ പണിത് വെച്ചിട്ടുണ്ട് അല്ലേ. പണിത് വെച്ചതല്ല, ഒരുപാട് മുന്നേ പണിത് വെച്ച ഒരു ബിൽഡിങ്ങിൻ്റെ മുന്നിലേക്കാണ് അദ്ദേഹം പോകുന്നത്. സോ ഹി സേസ് ദാറ്റ് ദർ ഇസ് നത്തിങ്, ഇപ്പോൾ അവിടെ ഒന്നും നടക്കുന്നില്ല, ഒന്നും സംഭവിക്കുന്നില്ല, ഒരു പ്രോഗ്രാംസും നടക്കുന്നില്ല. ഐ സ്റ്റെപ്പ് ഇൻസൈഡ് ലെറ്റിംഗ് ദി ഡോർ തഡ് ഷട്ട്. ഐ സ്റ്റെപ്പ് ഇൻസൈഡ് മീൻസ് ഹി എൻറ്റേർഡ് ഇൻ ടു ദാറ്റ് ബിൽഡിംഗ് ആൻഡ് ക്ലോസ്ഡ് ഇറ്റ്സ് ഡോർ ബൈ തഡ് ഷട്ട്. തഡ് ഷട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡോർ അടയ്ക്കുമ്പോൾ, അപ്പോൾ വലിയ കൊട്ടാരം അല്ലെങ്കിൽ വലിയൊരു ഡോറൊക്കെ അടയ്ക്കുമ്പോൾ ഒരു ശബ്ദം കേൾക്കാമല്ലോ അല്ലേ, അതിനെയാണ് ഈ ഒരു തഡ് ഷട്ട് എന്ന് പറയുന്നത്. സോ അദ്ദേഹം ഒരു ബിൽഡിങ്ങിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ എന്ത് ചെയ്തു, സെക്കൻഡ് ലൈൻ എത്തിയപ്പോൾ അദ്ദേഹം ബിൽഡിങ്ങിൻ്റെ അകത്തേക്ക് കയറി ഡോറ് അടച്ചു. അനദർ ചർച്ച്, അപ്പോൾ എന്താണ്, മറ്റൊരു ചർച്ച്, മറ്റൊരു ദേവാലയമാണത്. അപ്പോൾ അനദർ ചർച്ച് എന്ന് പറയുമ്പോൾ, മറ്റൊരു ദേവാലയം എന്ന് പറയുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിന് മുന്നേ വേറെ പള്ളികളെ അല്ലെങ്കിൽ വേറെ ചേർച്ചിലും പോയിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. സോ ഫസ്റ്റ് അപ്പിയറൻസ് കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഇതൊരു ചേർച്ചാണെന്ന് മനസ്സിലായില്ല. അദ്ദേഹം ഡോറ് തുറന്ന് ഉള്ളിലേക്ക് കയറിയപ്പോഴാണ് ദിസ് ഈസ് ആൻ അനദർ ചേർച്ച് എന്ന് പറയുന്നത്. സോ ദ വേർഡ് അനദർ ചേർച്ച് റെഫേഴ്സ് ദാറ്റ് ഹി മസ്റ്റ് ഹാവ് visited many church before this. Okay, it means either he is a highly religious man or he has a curiosity to know what has happening in this kind of church. അതായത് ഇപ്പോൾ അനദർ ചേർച്ച് എന്ന് പറയുന്നുണ്ട്. ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപ്പോൾ വേറെയും ചേർച്ചുകളിൽ അദ്ദേഹം വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്, ഒന്നുകിൽ നമ്മുടെ നെറേറ്റർ അല്ലെങ്കിൽ പോയിന്റ് എന്താണ് ഭയങ്കര റിലീജിയസ് ആയിട്ടുള്ള ഒരാളാണ്, അല്ലെങ്കിൽ എന്താണ്, ഇപ്പോൾ ചില ആളുകളുണ്ടല്ലോ, പുരാവസ്തു ഗവേഷകരൊക്കെ പഴയ പഴയ പള്ളികളിലും അമ്പലങ്ങളിലൊക്കെ പോയിട്ട് ഗവേഷണം നടത്താറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ക്യൂരിയോസിറ്റി കാരണം വിസിറ്റ് ചെയ്യാറുണ്ട്. സോ മേ ബി അങ്ങനെ ഒരു വ്യക്തിയായിരിക്കാം ഇദ്ദേഹം. Then throughout next lines he describes the things he saw in that church. എന്തൊക്കെയായിരുന്നു അദ്ദേഹം ആ ചേർച്ചിൻ്റെ ഉള്ളിൽ കണ്ടത്? മാറ്റ് എന്താണ്, നമ്മുടെ നിലത്ത് വിരിക്കുന്ന പരവതാനി അല്ലേ, മാറ്റ്. ദെൻ സീറ്റ്സ് ഉണ്ട്, ആളുകൾക്ക് ഇരിക്കാൻ യൂസ് ചെയ്യുന്ന സീറ്റുകളുണ്ട്, മേ ബി കസേരകളോ അല്ലെങ്കിൽ ചേർച്ചിൻ്റെ ഉള്ളിലൊക്കെ വലിയ ബെഞ്ചുകളൊക്കെ കാണാം അല്ലേ, ചിലപ്പോൾ അതായിരിക്കാം. ആൻഡ് സ്റ്റോൺ, അവിടെ ഒരു സ്റ്റോൺ ഉണ്ട്. ആൻഡ് ലിറ്റിൽ ബുക്സ് എന്താവാം, ഇറ്റ് മസ്റ്റ് ബി ബൈബിൾ ബുക്സ് ആയിരിക്കാം. സ്പ്രോളിംഗ് ഓഫ് ഫ്ലവേഴ്സ് കട്ട് ഫോർ സൺഡേ, അപ്പോൾ കഴിഞ്ഞ സൺഡേക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കുർബാന എന്തെങ്കിലുമൊക്കെ നടക്കുമ്പോൾ ഫ്ലവേഴ്സൊക്കെ ആളുകൾ കൊണ്ടുവരുമല്ലോ. സോ ഈ കഴിഞ്ഞ ഞായറാഴ്ച നടന്ന കുർബാനയ്ക്ക് വേണ്ടി കൊണ്ടുവന്ന പൂക്കളൊക്കെ ഉണ്ട്. ബട്ട് സ്പ്രോളിംഗ് ഓഫ് ഫ്ലവേഴ്സ് കട്ട് ഫോർ ഫ്രൈഡേ ബ്രൗണിഷ് നൗ, അത് ബ്രൗൺ കളറായിട്ടുണ്ട്, എന്താണ്, വാടിയിട്ടുണ്ട്. വാടുമ്പോഴാണ്, പൂക്കൾ വാടുമ്പോഴല്ലേ ബ്രൗൺ കളറാവാം. അപ്പോൾ ഒരുപാട് മുന്നേ ആരോ അവിടെ കൊണ്ടുവന്നിട്ട ഫ്ലവേഴ്സാണ് അവിടെ ഉള്ളത്, ഫ്രഷ് അല്ല, പൂക്കൾ ഫ്രഷ് അല്ല. അപ്പോൾ ഒരുപാട് മുന്നേ ആരോ കൊണ്ടുവന്നിട്ടതാണ്, അത് വാടി കരിഞ്ഞു പോയിട്ടുണ്ട്. ആൻഡ് സം ബ്രാസ് ആൻഡ് സ്റ്റഫ് അപ്പ് അറ്റ് ദി ഹോളി എൻഡ്, അവിടെ എന്തുണ്ട്, ബ്രാസ് എന്ന് പറയുമ്പോൾ 2-3 മീനിങ് ഉണ്ട്. പിച്ചളപാത്രം എന്നൊക്കെ ഒരു അർത്ഥമുണ്ട്. സോ മേ ബി നമ്മൾ ഈ പള്ളികളിൽ എന്ത് ചെയ്യാറുണ്ട്, ഇങ്ങനൊരു പാത്രത്തിൽ കുന്തിരിക്കം പോലെ ഒരു സുഗന്ധദ്രവ്യം നിറച്ചിട്ട് പുകയ്ക്കാറുണ്ട്. മേ ബി അതായിരിക്കാം കേട്ടോ ബ്രാസ് ആൻഡ് സ്റ്റഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വൈദികന്മാർ അല്ലെങ്കിൽ പ്രീസ്റ്റൊക്കെ ഇവർ ഈ കുർബാന സമയത്തൊക്കെ ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആട്ടിയിരിക്കാറുണ്ട് അല്ലേ, ഐ മീൻ എല്ലായിടത്തും നല്ല സുഗന്ധം പരക്കാൻ വേണ്ടിയിട്ട്. സോ അതാണ് ഈ ബ്രാസ് ആൻഡ് സ്റ്റഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ദ സ്മോൾ നീറ്റ് ഓർഗൻ മീൻസ് അതൊരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. സോ ഇത്രയും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ദെൻ ആൻഡ് അറ്റ് എ ടെൻസ് മസ്റ്റി അൺഇഗ്നോറബിൾ സൈലൻസ്, അവിടെ എന്താണ്, മസ്റ്റി എന്ന് പറഞ്ഞാൽ ഫൗൾ സ്മെല്ലാണ് അല്ലെങ്കിൽ പഴകിയ എന്നൊരു അർത്ഥമാണ്. മസ്റ്റി അൺഇഗ്നോറബിൾ സൈലൻസ്, ഭയങ്കര സൈലൻ്റ് ആണ് അവിടെ അല്ലേ, ആരും ഇല്ലാത്തൊരു വലിയൊരു ചേർച്ചിൻ്റെ ഉള്ളിലാണ് ഭയങ്കര മസ്റ്റി ആയിട്ടുള്ള അൺഇഗ്നോറബിൾ സൈലൻസ് ആണ് ഇപ്പോൾ അവിടെ ഉള്ളത്. ബ്രൂഡ് ഗോഡ് നോസ് ഹൗ ലോങ്, ബ്രൂഡ് ഗോഡ് എന്ന് പറഞ്ഞാൽ എന്താ, ബ്രൂഡ് ഗോഡ് മീൻസ് നമ്മൾ ഈ ബൂസാവെന്ന് പറയില്ലേ, അടിച്ച് ബൂസാവുക, കള്ള് കുടിച്ചിട്ട് ഇങ്ങനെ കിക്കാവാന്ന് പറയില്ലേ, അതിനെയാണ് നമ്മൾ ബ്രൂഡ് ഗോഡ് എന്ന് പറയുന്നത്. മേ ബി ആ ഒരു മസ്റ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു അൺഇഗ്നോറബിൾ സൈലൻസിൽ കാലങ്ങളായിട്ട് ഒറ്റയ്ക്ക് നിൽക്കുന്ന ആ ഗോഡ് എന്താവാം, ആ ചേർച്ചിലുള്ള ശില്പമായിരിക്കാം. ചിലപ്പോൾ ആ ചേർച്ചിൽ ഏത് പ്രതിഷ്ഠയാണോ അല്ലെങ്കിൽ ഏത്
ഗോഡിനെയാണോ ആരാധിക്കുന്നത് ആ ഗോഡായിരിക്കാം. അപ്പോൾ ആളുകളൊന്നും പോകുന്നില്ല അവിടെ. ഗോഡ് കാലാകാലങ്ങളായിട്ട് ആകെ ബൂസായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ചേർച്ചിലുള്ള ഈ ഒരു മസ്റ്റിനെസ്സും അതുപോലെ അൺഇഗ്നോറബിൾ ആയിട്ടുള്ള സൈലൻസും എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അറിയാവുന്നത് ഒരേ ഒരാളാണ്. അതവിടെ പ്രതിഷ്ഠിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ഗോഡിന് മാത്രമാണ്. അദ്ദേഹം അവിടെ വന്നിട്ടുള്ളത് തൻ്റെ സൈക്കിളിൽ നിന്നാണ്. ആൻഡ് അവിടെ ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന തൻ്റെ സൈക്കിൾ എന്ത് ചെയ്തു, അന്ന് റിമൂവ് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ യാത്ര തുടരുകയാണ്. അതായത് ആ ചേർച്ചിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്, ഇങ്ങനെ അതിൻ്റെ ഉള്ളിലൂടെ നടക്കുകയാണ്. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് ആൻസർ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പാരഗ്രാഫായിട്ടാണ് പറയാൻ ഉദ്ദേശിച്ചതെങ്കിലും അത് നടന്നില്ല. ലൈൻ ബൈ ലൈനായിട്ട് തന്നെ പറയേണ്ടി വന്നു. എനിവേ, സെക്കൻഡ് സ്റ്റാൻസ. മൂവ് ഫോർവേഡ്, run my hand around the font. From where I stand, the roof looks at most new, cleaned or restored. Someone would know, I don't. Mounting the lectern, I pursue a few hectoring large-scale verses and pronounce, here endeth, much more loudly than I had meant. The echoes snigger briefly. Back at the door, I signed the book, donate an Irish sixpence, reflect the place was not worth stopping for. സോ അദ്ദേഹം ഇപ്പോൾ എവിടെയാണ് ഇരിക്കുന്നത്? അദ്ദേഹം ചേർച്ചിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് നമ്മുടെ ആ അൾത്താരുണ്ടല്ലോ അവിടെ എത്തിയിട്ടുണ്ട്. മൂവ് ഫോർവേഡ്, റൺ മൈ ഹാൻഡ് അറൗണ്ട് ദി ഫോണ്ട്. ഫോണ്ട് എന്ന് പറയുന്നത് എന്താ? അക്ഷരങ്ങളാണല്ലേ ഫോണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഏതിലുള്ള അക്ഷരങ്ങളായിരിക്കും? മസ്റ്റ് ബി ഇൻ ബൈബിൾ ഫോണ്ട്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്താണ്, ആ ലെക്ടേണിൽ കയറിയിട്ട്, ഇപ്പം നമ്മുടെ വൈദികൻ ഇങ്ങനെ പ്രസംഗിക്കുന്ന ആ ലെക്ടേൺ ഉണ്ടല്ലോ, അതിൽ കയറിയിട്ട് അവിടെയുള്ള ബുക്സിലൊക്കെ ഇങ്ങനെ വിരൽ ഓടിച്ച് നോക്കുകയാണ്. ആ ബുക്സിലുള്ള ഫോൺസിലൂടെ വിരൽ ഓടിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം നിൽക്കുന്ന ആ ഒരു സ്ഥലത്ത് നിന്ന് മുകളിലേക്ക് നോക്കിയാൽ ആ റൂഫ്സൊക്കെ കാണാം. അപ്പോൾ റൂഫ് എന്താണ്, പുതിയതായിട്ട് ആരെങ്കിലും വന്ന് ക്ലീൻ ചെയ്തതാണോ അതോ റെസ്റ്റോർ ചെയ്തതാണോ എന്നറിയില്ല. പക്ഷെ അത് എന്താണ്, പുതിയതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. സോ അദ്ദേഹം എന്ത് ചെയ്തു, അവിടെയുള്ള ബൈബിളിലുള്ള കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ അവിടുത്തെ ഹോളി ബുക്സിൽ ഉള്ള വേർഡ്സ് അദ്ദേഹം പ്രൊനൗൺസ് ചെയ്തു. ഹിയർ എൻഡത്ത് എന്ന് പറഞ്ഞു. ഹിയർ എൻഡത്ത് എന്ന് പറയുന്ന വേർഡാണ് അദ്ദേഹം എന്ത് ചെയ്ത് വായിച്ചത്. ആൻഡ് മച്ച് മോർ ലൗഡ്ലി ദാൻ ഐ ഹാഡ് മെന്റ്. അദ്ദേഹം വിചാരിച്ചതിലേറെ ഉച്ചത്തിലായിപ്പോയി അദ്ദേഹം വായിച്ചത്. ആൻഡ് അതിൻ്റെ ഇക്കോസ് എന്ത് ചെയ്തു, എല്ലായിടത്തും പടർന്നു. അദ്ദേഹം ആ ഒരു ഹിയർ എൻഡത്ത് എന്ന് പറയുന്ന ആ ഒരു ഫ്രേസ് അദ്ദേഹം വായിച്ചപ്പോൾ അത് എല്ലായിടത്തും ഇങ്ങനെ പ്രതിധ്വനിച്ച് എക്കോയായിട്ട് കേട്ടു. ദെൻ അദ്ദേഹം എന്ത് ചെയ്തു, ആ പള്ളി അല്ലെങ്കിൽ ആ ഒരു ചേർച്ച് വിസിറ്റ് ചെയ്യുന്ന ആളുകളുടെ ബുക്കിൽ പോയിട്ട് സൈൻ ചെയ്തു. ഐ സൈൻ ദ ബുക്ക്, ഡൊണേറ്റ് ആൻ ഐറിഷ് സിക്സ്പെൻസ്. അപ്പോൾ അത് മാത്രമല്ല, ആ ചേർച്ചിന് വേണ്ടിയിട്ട് അദ്ദേഹം ഒരു ഐറിഷ് സിക്സ്പെൻസ് എന്ത് ചെയ്തു, ഡൊണേറ്റ് ചെയ്തു. പക്ഷേ ആ ഡൊണേറ്റ് ചെയ്ത സിക്സ്പെൻസിന് ഇംഗ്ലണ്ടിൽ ഒരു വാല്യൂ ഇല്ല എന്നുള്ളതാണ് സത്യം. So he signs the visitors register and donates an Irish sixpence and reflects the place is not worth stopping for. Then ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സ്റ്റാൻസയിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് സ്റ്റാൻസ നോക്കാം. Yet stop I did. In fact I often do and always end much at the lows like this, wondering what to look for, wondering too when churches will fall completely out of use, what we shall turn them into if we shall keep a few cathedrals chronically on show, their parchment plate and pikes in locked cases, and let the rest rent free to rain and sheep. Shall we avoid them as unlucky places? Yet I stop I did. അദ്ദേഹം എന്താണ് പറയുന്നത്? അദ്ദേഹം ചേർച്ചുകൾ വിസിറ്റ് ചെയ്യുന്നത് ഇനിയും നിർത്താൻ പോകുന്നില്ല. അദ്ദേഹം ചേർച്ചുകൾ വിസിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ആൻഡ് ഇൻ ഫാക്ട് ഐ ഓഫൻ ഡു. എന്താ പറയുന്നത്? യെസ്, ഇൻ ഫാക്ട് മേ ബി അദ്ദേഹം എന്ത് ചെയ്യും, വീണ്ടും ഈ ഒരു വിസിറ്റിംഗ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ദെൻ വണ്ടറിങ് വാട്ട് ടു ലുക്ക് ഫോർ, വണ്ടറിങ് ടു വെൻ ചേർച്ചസ് വിൽ
fall completely ഔട്ട് ഓഫ് യൂസ്. അപ്പോൾ ഇപ്പോൾ ചേർച്ചുകളൊക്കെ എന്താണ്, ഇംഗ്ലണ്ടിലുള്ള ചേർച്ചുകളൊക്കെ എന്തായിട്ടുണ്ട്, ഔട്ട് ഓഫ് യൂസ് ആയിട്ടുണ്ട്, യൂസ്ലെസ് ആയിട്ടുണ്ട്. അപ്പോൾ ആളുകൾ അവിടെ പോകുന്നില്ല എന്നാണ് അർത്ഥം. ആളുകൾക്ക് ഇപ്പോൾ റിലീജിയസ് ആയിട്ടുള്ള വിശ്വാസം അല്ലെങ്കിൽ റിലീജിയസ് ബിലീഫ്സ് കുറഞ്ഞത് കാരണം എന്ത് ചെയ്തിട്ടില്ല, ആളുകൾ ഇപ്പോൾ ചേർച്ചുകൾ വിസിറ്റ് ചെയ്യുന്നില്ല. അതിനുശേഷം എന്താണ് ചേർച്ചുകൾക്ക് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളാണ് ഇനി ഫിലിപ്പ് ലാർക്കിൻ ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത്. It means he has a doubt that people will completely ignore the church. അതായത് അദ്ദേഹത്തിന് ഒരു ഡൗട്ടാണ്, ആളുകൾ ചേർച്ചുകളെ അല്ലെങ്കിൽ മതവിശ്വാസത്തെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്തോ അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്തോ എന്ന് അദ്ദേഹം ഇങ്ങനെ ഡൗട്ടായിട്ട് നിൽക്കുകയാണ്. ദെൻ ഇഫ് ഈ ഷാൾ കീപ്പ് എ ഫ്യൂ കത്തീഡ്രൽസ് ക്രോണിക്കലി ഓൺ ഷോ. അതായത് ഇപ്പോൾ കുറച്ച് കത്തീഡ്രൽസ് ഉണ്ട്, കുറച്ച് ചേർച്ചുകൾ അവിടെ ഉണ്ട്, വെറുതെ ഒരു സ്മാരകമായിട്ട് അല്ലെങ്കിൽ ക്രോണിക്കലായിട്ട് നിൽക്കുന്ന കുറച്ച് സ്മാരകങ്ങളായിട്ടുള്ള ചേർച്ചുകൾ മാത്രം അവിടെ അവശേഷിക്കുന്നുണ്ട്. കാരണം ഇങ്ങനെയുള്ള കുറേ സ്ഥാപനങ്ങളൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറച്ച് ബിൽഡിങ്ങുകളൊക്കെ പ്രാചീന കാലഘട്ടത്തിൽ നിലനിന്നിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടി, ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം എന്ത് ചെയ്തിട്ടുണ്ട്, കുറേ ചേർച്ചുകൾ അവിടെ അവശേഷിക്കുന്നുണ്ട്. ഇപ്പം നമുക്കറിയാലോ, ഒരുപാട് സ്മാരകങ്ങളായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഗവൺമെൻറ് സംരക്ഷിച്ച് പോകുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ അങ്ങനെ ബാക്കി നിൽക്കുന്നുണ്ട്. അതിലൊന്നിലാണ് ഇപ്പോൾ ഈ ഒരു ഫിലിപ്പ് ലാർക്കിൻ വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. Then their parchment plate and pikes in locked cases, and let the rest rent free to rain and sheep. അദ്ദേഹം പറയുന്നുണ്ട്, he think that of nobody visit in this church and what will be the future of this church, but it will be definitely happen. ഇപ്പം നമുക്കറിയാം, ഇപ്പം ഒരുപാട് ആളുകൾ മതങ്ങളിൽ വിശ്വസിക്കാത്ത ആളുകളുണ്ട്. അത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ മോഡേണിസം വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു ആംബിഗിറ്റിയാണ്. അതായത് ഒരു ആംബിഗസ് ആയിട്ടുള്ള മൈൻഡാണ് ആളുകൾക്ക്. സയൻസ് പറയുന്നതാണോ സത്യം അല്ലെങ്കിൽ റിലീജിയൻ പറയുന്നതാണോ സത്യം എന്നുള്ളൊരു ആംബിഗിറ്റിയാണ്. മാത്രമല്ല, ഈ ടെക്നോളജിയൊക്കെ ഡെവലപ്പ് ആയതിനു ശേഷം ആളുകൾ കൂടുതലും അവരുടെ ആ ഒരു ബിസി ലൈഫിൽ, ഇപ്പം നിങ്ങൾക്ക് അറിയാലോ മോഡേൺ ലൈഫിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന്. സോ ട്രഡീഷണൽ ആയിട്ടുള്ള പല കാര്യങ്ങളും അങ്ങനെ മറഞ്ഞു പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. കുറച്ചുകൂടി കാലങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള മതസ്ഥാപനങ്ങളൊക്കെ തീർച്ചയായിട്ടും എന്താകും, ഡിക്ലൈൻ ആയി പോകും. കാരണം ആളുകൾക്ക് അതിനോടൊന്നും അല്ല ഇൻട്രസ്റ്റ് ഇപ്പോൾ. കാരണം ഇന്നത്തെ സൊസൈറ്റിയിൽ റിലീജിയൻസ് ഇങ്ങനെ നിലനിൽക്കാൻ കാരണം അവരെ ചെറുപ്പം തൊട്ടേ ഇങ്ങനെ ട്രെയിൻ ചെയ്യുന്നത് കൊണ്ടാണ്. ഓക്കെ, നിർബന്ധിതമായിട്ടുള്ള മതവിശ്വാസം ഇപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ ഉണ്ട്. ഇപ്പോൾ എല്ലാ മതങ്ങളിലും അങ്ങനെയാണ്. പക്ഷേ ഇപ്പോൾ ഇംഗ്ലണ്ടിലൊന്നും അങ്ങനെയല്ല. അവിടെ ആവശ്യമുള്ളവർക്ക് വിശ്വസിക്കാം അല്ലെങ്കിൽ വേണ്ടാത്തവർക്ക് വേണ്ട, അങ്ങനെയുള്ളൊരു കോൺസെപ്റ്റാണ് ഇംഗ്ലണ്ട് പോലെയുള്ള രാജ്യങ്ങളുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് കോൺഫ്ലിക്റ്റുകളോ അല്ലെങ്കിൽ കമ്മ്യൂണൽ റൈറ്റുകളൊന്നും ഉണ്ടാവുന്നില്ല. ഇവിടെ ഇങ്ങനെ ഭയങ്കര എക്സ്ട്രീമായിട്ട് മതങ്ങളിൽ വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഇവിടെ ഒരുപാട് കമ്മ്യൂണൽ വയലൻസ് ഒക്കെ സംഭവിക്കുന്നത്. സോ നമുക്ക് പോയിന്റിലേക്ക് തിരിച്ചു വരാം. സോ ഇതിൽ പറയുന്നത്, ഈ ലൈൻസിലൂടെ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ചർച്ചിൻ്റെ ഫ്യൂച്ചർ എന്താകും എന്നുള്ളതാണ്. മേ ബി ആളുകൾ എന്താവാം, ഈ ഒരു ചേർച്ചിനെ എങ്ങനെ യൂസ് ചെയ്യാം, പൈക്സ് ആയിട്ട് യൂസ് ചെയ്യാം. പൈക്സ് എന്ന് മീൻസ് എ കണ്ടെയ്നർ ഫോർ കെപ്റ്റ് ഫുഡ്. അതായത് ഫുഡ് കൊണ്ടുവരാനുള്ള കണ്ടെയ്നർ അല്ലെങ്കിൽ ഫുഡ് സ്റ്റോർ ചെയ്യാനുള്ള കണ്ടെയ്നേഴ്സ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ പൈക്സ് എന്ന് പറയുന്നത്. സോ അങ്ങനെ എന്ത് ചെയ്യാം, ഈ ചേർച്ചുകളെ യൂസ് ചെയ്യാം. ലെറ്റ് ദി റെസ്റ്റ് റെൻറ്റ് ഫ്രീ ടു റെയിൻ ആൻഡ് ഷീപ്പ്. റെയിൻ എന്ന് പറയുമ്പോൾ അതായത് റെൻറ്റ് ഫ്രീ എന്ന് പറയുമ്പോൾ എന്താണ്, വാടകയൊന്നും കൊടുക്കാതെ ഷീപ്പുകൾക്കും അതുപോലെ മഴ പെയ്യുമ്പോൾ ഈ പൊട്ടിപ്പൊളിഞ്ഞ റൂഫിൻ്റെ ഇടയിലൂടെ എന്താവും, വെള്ളം ഇങ്ങനെ ചേർച്ചിൻ്റെ ഉള്ളിലേക്ക് വീഴും. അപ്പോൾ ഷീപ്പുകൾ എന്താവും, അത് കാട് പിടിച്ച് കിടക്കുന്ന പള്ളിയിലേക്ക് അല്ലെങ്കിൽ ആ ചേർച്ചിലേക്ക് ഷീപ്പുകളും അതുപോലെ മറ്റുള്ള മൃഗങ്ങളൊക്കെ വന്നിട്ട് ഇല തിന്നാനും ആ കാട് പിടിച്ച് കിടക്കുന്ന ഇടയിലൊക്കെ വന്ന് ജീവിക്കും. സോ അതാണ് റെൻറ്റ് ഫ്രീ എന്ന് പറയുന്നത്. റെൻ്റൊന്നും വാങ്ങാതെ അല്ലെങ്കിൽ റെൻറ്റ് ഫ്രീ ആയിട്ട് ഈ ചേർച്ച് ഇങ്ങനെ കിടക്കും. അതിൽ മഴയും പെയ്യും, പിന്നെ ഷീപ്പുകളും വരും, പിന്നെ കുറ്റിക്കാടുകളൊക്കെ ഇങ്ങനെ പടർന്ന് പന്തലിക്കും എന്നാണ് പറയുന്നത്. അതായത് ആരും വിസിറ്റ് ചെയ്യാത്ത ആ ഒരു ചേർച്ചിൽ പിന്നെ വരാൻ പോകുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ദെൻ നമ്മുടെ പോയിട്ട് ചോദിക്കുകയാണ്, ഷാൽ വി അവോയ്ഡ് ദെം ആസ് അൺലക്കി പ്ലേസസ് എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് ഈ ആളുകളൊക്കെ എന്ത് ചെയ്യും, അതായത് ഇന്നത്തെ സൊസൈറ്റിയിലുള്ള ആളുകൾ ഈ ചേർച്ചുകളൊക്കെ എന്ത് ചെയ്യും, അവോയ്ഡ് ചെയ്യുകയും ആ പ്ലേസുകളൊക്കെ എന്താക്കും, അൺലക്കി പ്ലേസസ് ആക്കി മാറ്റുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. ദെൻ ഫോർത്ത് സ്റ്റാൻസ. Or after dark will dubious women come to make their children
touch in particular stone, pick symbols for a cancer, or on some advised night see walking the dead one. Power of some sort will go on, and games in riddles seemingly at random, but superstition like belief must die. And what remains when disbelief has gone? Grass, weedy pavement, and brambles, butters, sky. So this is the fourth stanza. ഈ ഒരു സ്റ്റാൻസയിലും ചേർച്ചിൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച് തന്നെയാണ് ഫിലിപ്പ് ലാർക്കിൻ ഡിസ്കസ് ചെയ്യുന്നത്. അറ്റ് ദ നൈറ്റ് സം ഡ്യൂബിയസ് വുമൺ വിൽ കം ഇൻ ടു ദ ചേർച്ച്. അതായത് ചില രാത്രികളിൽ, അതായത് ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യമാണ് കേട്ടോ. ഫ്യൂച്ചറിൽ എന്താവാം, ചിലപ്പോൾ ചില സംശയാസ്പദമായിട്ടുള്ള രീതിയിൽ ചില സ്ത്രീകൾ ആ ചേർച്ചിലേക്ക് വരും. ടു മേക്ക് ദയർ ചിൽഡ്രൻ ടച്ച് ഇൻ എ പെർട്ടിക്കുലർ സ്റ്റോൺ ടു ഹീൽ ഫ്രം ക്യാൻസർ. അപ്പോൾ അവരെന്തിനാണ് വരുന്നത്? അവരുടെ മക്കളുടെ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ മാറാൻ വേണ്ടിയിട്ട് അവിടെ ഒരു പെർട്ടിക്കുലർ സ്റ്റോൺ എന്ന് പറയുന്നുണ്ട്. മേ ബി ആ സ്റ്റോൺ എന്ന് ഉദ്ദേശിക്കുന്നത് ഹോളി സ്റ്റോൺ ആണ്. ഇപ്പം എന്തെങ്കിലും സ്പിരിച്വൽ ആയിട്ടുള്ള ദൈവികമായിട്ടുള്ള എന്തെങ്കിലും പെക്യുലാരിറ്റി ഉള്ള സ്റ്റോൺ ആയിരിക്കാം, ഒരു കല്ലായിരിക്കാം. സോ അതിൽ ടച്ച് ചെയ്താൽ എന്താ അസുഖം മാറും എന്നുള്ള വിശ്വാസത്തിൽ ആളുകൾ എന്ത് ചെയ്യും, അവരുടെ സ്ത്രീകൾ എന്ത് ചെയ്യും, രാത്രിയിൽ അവരുടെ മക്കളുടെ അസുഖങ്ങൾ മാറാൻ വേണ്ടിയിട്ട് കൊണ്ടുവരും. ഓർ ഓൺ സംവൺ അഡ്വൈസ്ഡ് നൈറ്റ് സീ വാക്കിംഗ് എ ഡെഡ് വൺ. അതായത് ചില ആളുകൾ ഇങ്ങനെ പറഞ്ഞു പരത്തും, അതായത് അവിടെ ഡെഡ് ആയിട്ടുള്ള ആളുകളെ കണ്ടിട്ടുണ്ട് എന്നുള്ളത്. സോ ഈ ലൈൻസിൽ പറയുന്നത് ആളുകളുടെ സൂപ്പർസ്റ്റിഷ്യസ് മൈൻഡിനെ കുറിച്ചാണ്. സോ വൺസ് പീപ്പിൾ ബിലീവ്ഡ് ഇൻ ഗോഡ്, പിന്നെ അതെന്തായി മാറി, മോഡേണിസത്തിൻ്റെ ഒക്കെ ഒരു ഇൻഫ്ലുവൻസ് കാരണം അതൊരു ഡിസ്ബിലീഫായിട്ട് മാറി. പിന്നെ ആളുകൾ സൂപ്പർസ്റ്റിഷ്യസ് ബിലീവ്സിൽ വിശ്വസിക്കാൻ തുടങ്ങി. പിന്നെ എന്തായി, അതിൻ്റെ ആ ഒരു റിലീജിയസ് ഫെയ്ത്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു ബിലീഫ് എന്ന് പറയുന്ന സാധനം പറ്റേ എൻഡ് ആവുന്നു. മരിച്ച വ്യക്തികളെയൊക്കെ ആ ചേർച്ചിൻ്റെ അവിടെ കാണുമോ, പിന്നീട് കുട്ടികളുടെ അസുഖം മാറാൻ വേണ്ടിയിട്ട് ആ ഹോളി സ്റ്റോണിൽ തൊടാൻ വേണ്ടിയിട്ട് വരുന്ന സ്ത്രീകളൊക്കെ എന്താണ്, അത് സൂപ്പർസ്റ്റിഷ്യസ് ബിലീഫ്സിനെ സിംബലൈസ് ചെയ്യുന്ന ലൈൻസ് ആണ്. ചിലപ്പോൾ അത് അനോട്ടേഷന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ബട്ട് സൂപ്പർസ്റ്റിഷൻ ലൈക്ക് ബിലീഫ് മസ്റ്റ് ഡൈ. ദെൻ ആ ഒരു സ്റ്റാൻസർ തന്നെ പറയുന്നുണ്ട്, ബിലീവ്സ് എങ്ങനെയാണോ ആളുകളിൽ നിന്ന് പോയത്, അതായത് ദൈവവിശ്വാസം അല്ലെങ്കിൽ റിലീജിയസ് ഫെയ്ത്ത് എങ്ങനെയാണോ ആളുകളിൽ നിന്ന് നഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ മരിച്ചു പോയത്, അതേപോലെ തന്നെ സൂപ്പർസ്റ്റിഷ്യസ് ബിലീവ്സും എന്തും ആളുകളിൽ നിന്ന് അകന്നു പോകും. ദെൻ ഈ ഒരു ഡിസ്ബിലീവ്സും അതുപോലെ ബിലീവ്സും സൂപ്പർസ്റ്റിഷ്യസ് ബിലീവ്സും ഒക്കെ കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും അവിടെ അവശേഷിക്കുക, എന്തായിരിക്കും അവിടെ റിമെയിൻ ചെയ്യുക? ഗ്രാസും പിന്നെ വീഡി പേയ്മെൻറ്റും ബ്രാമ്പിൾസും അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ പിന്നെ ആ ചേർച്ചിൽ അവശേഷിക്കുകയുള്ളൂ. അതായത് ആളുകൾ പറ്റേ ഈ ചേർച്ചിനെ മറക്കും. ആൻഡ് വി കനോട്ട് ഫൈൻഡ് ഈവൻ ദി ഡോർ ഓഫ് ദി ചേർച്ച് ആൻഡ് ഓൾ ഓർ വിൽ ബി കവർ ബൈ ദി ബുഷസ്. അപ്പോൾ എല്ലാം എന്താവും, ബുഷസ്, കുറ്റിക്കാട് വന്ന് മൂടും ഈ ഒരു ഇങ്ങനെയുള്ള ചേർച്ചുകളൊക്കെ. നമുക്കൊരു ചേർച്ച് പോലും കാണാൻ കഴിയില്ല, ഈവൻ അതിൻ്റെ ഒരു വാതിൽ പോലും കാണാൻ പറ്റില്ല. ദെൻ അതൊക്കെ കാട് പിടിച്ച് കിടക്കും. അത്രയും കാര്യങ്ങളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇനി വരുന്ന തലമുറയിൽ കാണാൻ കഴിയുള്ളൂ. ദെൻ നെക്സ്റ്റ് ആൻസർ, എ ഷേപ്പ്ലെസ് recognizable each week, a purpose more obscure. I wonder who will be the last and the very last to seek this place for what it was. One of the crew that tap and jot and know what rude loft were. Some ruin, Bible, randy for antique, or Christmas addict counting on the whiff of gown and bands and organ pipes and myrrh. ഓർ വിൽ ഹി ബി മൈ റെപ്രസെൻറ്റേറ്റീവ്. സോ ഇതിൽ പറയുന്നത് എന്താണ്, ഇനി ആരായിരിക്കാം ഈ ചേർച്ച് വിസിറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ചേർച്ച് വിസിറ്റ് ചെയ്യുന്ന ലാസ്റ്റ് വ്യക്തി ആരായിരിക്കാം, അത് താനാണോ എന്നാണ് ഈ ഒരു ലൈൻസിലൂടെ അദ്ദേഹം പറയുന്നത്. സോ അത് നോക്കാം. ടൈം വിൽ ചേഞ്ച് എവറിത്തിങ്. അതായത് കാലത്തിന് എല്ലാത്തിനെയും മാറ്റാൻ സാധിക്കും, അല്ലെങ്കിൽ കാലത്തിനനുസരിച്ച് ആളുകളും അതുപോലെ വസ്തുക്കളും എല്ലാം മാറും. അതാണ് ഇവിടെ ആ ഫസ്റ്റ് ലൈൻസിൽ ഉദ്ദേശിക്കുന്നത്. പിന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഇനി ആരായിരിക്കും ഈ ചേർച്ചിലെ ലാസ്റ്റ് വിസിറ്റർ. ഐ വണ്ടർ ഹൂ വിൽ ബി ദി ലാസ്റ്റ്, ദ വെരി ലാസ്റ്റ് ടു സീക്ക് ദിസ് പ്ലേസ് ഫോർ വാട്ട് ഇറ്റ് വാസ്. അതായത് ആ പ്ലേസ്, ആ ചേർച്ച് എന്തിനു വേണ്ടിയുള്ളതായിരുന്നു എന്ന് നോക്കാൻ വരുന്നത്, അല്ലെങ്കിൽ ആരായിരിക്കും അവസാനമായിട്ട് ആ ചേർച്ച് കാണാൻ വരുന്നത് ആരായിരിക്കും എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ഒരു ബൈബർ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ബൈബർ മീൻസ് ഈ ആർക്കിയോളജി
ആർക്കിയോളജി ഉണ്ടല്ലോ, ഈ പുരാവസ്തു ഗവേഷണം ഉണ്ടല്ലോ, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ടേമാണ് ഈ ഒരു ബൈബർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു ബൈബർ വരുന്നത് എന്തിനായിരിക്കാം? നോട്ട് ഫോർ ബിലീഫ് ഓർ നോട്ട് ഫോർ പ്രേ, ബട്ട് എന്തെങ്കിലും പുരാവസ്തു റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ആൻറ്റിക് പോലെയുള്ള സാധനങ്ങൾ കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കാം വരുന്നത്. പിന്നെ വരുന്നത് ആരായിരിക്കാം? ക്രിസ്മസ് അഡിക്റ്റ് അല്ലേ? ക്രിസ്മസിനോട് കുറച്ച് അഡിക്ഷൻ കാണിക്കുന്ന വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ യേശുക്രിസ്തുവിനോട് കുറച്ച് അഡിക്ഷൻ കാണിക്കുന്ന കുറച്ച് വ്യക്തികളായിരിക്കാം വരുന്നത്. ഈ പിന്നീട് ആരായിരിക്കാം വരുന്നത്? ദ പേഴ്സൺ ഹൂ ലവ് ടു നോ ഓർഗൻ പൈപ്സ് ആൻഡ് ഗ്രൗണ്ട് ബാൻഡ് ഓർ ദ പേഴ്സൺ ഹൂ അട്രാക്റ്റഡ് വിത്ത് ദി മിർ. ഓക്കെ, മിർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുന്തിരിക്കത്തിനാണ് മിർ എന്ന് പറയുന്നത്. അതായത് പള്ളികളിലൊക്കെ ചേർച്ചിലൊക്കെ നമ്മൾ ഇങ്ങനെ സുഗന്ധത്തിന് വേണ്ടിയിട്ട് അതിങ്ങനെ പുകയ്ക്കാറുണ്ട്. എല്ലാ വീടുകളിലും അത് പുകയ്ക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കാം എന്ത് ചെയ്യുന്നത്? ഈ പള്ളികളിലേക്ക് വരാൻ പോകുന്നത്. ചിലപ്പോൾ ഓർഗൻസ്, അവിടെയുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് കാണാനോ അല്ലെങ്കിൽ അവിടെയുള്ള ബാൻഡുകളെ കുറിച്ച് അറിയാനോ, അതുപോലെ ഈ മിർ എന്ന് പറയുന്ന സാധനം എടുക്കാനോ, അങ്ങനെയുള്ള ആളുകളൊക്കെ ആയിരിക്കും അവിടെ വരുന്നത്. അറ്റ് ലാസ്റ്റ് ഹി സേസ് ദാറ്റ് ദ പേഴ്സൺ വിൽ ബി എ റെപ്രസെൻറ്റ് ഓഫ് ദി പോയിറ്റ്. അതായത് അദ്ദേഹം പറയുന്നുണ്ട്, ഓർ വിൽ ഹി ബി മൈ റെപ്രസെൻറ്റേറ്റീവ് എന്ന് പറയുന്നുണ്ട്. കാരണം അദ്ദേഹം എന്താണ്, ആ ഒരു ഇടിഞ്ഞ് വീണ പള്ളിയിൽ അല്ലെങ്കിൽ ചേർച്ചിൽ വന്നിരിക്കുകയാണ്. ആൻഡ് ഇനി വരാൻ പോകുന്ന ആളുകളും എന്താവാം? ഇദ്ദേഹത്തിൻ്റെ തന്നെ റെപ്രസെൻറ്റേറ്റീവ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹം തന്നെ ആയിരിക്കാം വീണ്ടും ഈ പള്ളി അവസാനമായിട്ട് വിസിറ്റ് ചെയ്യാൻ വരുന്നത് എന്നുള്ളൊരു മീനിങ് ആണ് ഈ ലൈൻസിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് ആൻസർ, ബോർഡ് ununiformed, knowing and ghostly silt, depressed yet tending to this cross of ground through suburb scrub because it held unsplit so long and equally what since is found. Only is separation, marriage and birth and death and thoughts of these for which was built this special shell. For through I have no idea what this accounted frosty barn is worth. It pleased me to stand in silence here. ഇനി ഈ ഒരു 6th സ്റ്റാൻസർ എന്താണ് പറയുന്നത് നോക്കാം. സോ ഈ ഒരു സ്റ്റാൻസയിലും അദ്ദേഹം എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഈ ചേർച്ചിലേക്ക് അവസാനമായിട്ട് വിസിറ്റ് ചെയ്യാൻ വരുന്ന ആളുകളെക്കുറിച്ച് തന്നെയാണ്. ആ വ്യക്തി ആരായിരിക്കാം? നമ്മുടെ നെറേറ്ററിനെ പോലെ തന്നെ റിലീജിയനിൽ അൺഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. അതുമാത്രമല്ല, ഒരു ചേർച്ച് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ചേർച്ച് എന്ന് പറയുന്നത് എന്തായിരുന്നു? ആദ്യം അവിടെ എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ ഒരു വ്യക്തി ജനിക്കുന്നത് മുതൽ മരിക്കുന്നത് വരെയുള്ള എല്ലാ ചടങ്ങുകളും ചേർച്ചുകളിൽ വെച്ചിട്ടാണ് നടക്കാറുള്ളത്, എസ്പെഷ്യലി ഫോർ ക്രിസ്ത്യൻസ്. പക്ഷേ ഇനി മുതൽ എന്താവില്ല? അൺഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് അതൊന്നും ചേർച്ചിൽ വെച്ച് നടത്തണം എന്നൊന്നുമില്ല. അതുമാത്രമല്ല, അവിടെ വരുന്ന അൺഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾ, റിലീജിയനിൽ അത്ര വിശ്വാസമില്ലാത്ത ആളുകൾക്ക് ആ ഒരു ചേർച്ചിൻ്റെ വർത്തിനെസ് എത്രത്തോളം ഉണ്ടെന്ന് അറിയേണ്ട ആവശ്യമില്ല. ആൻഡ് ദാറ്റ് തിങ് പ്ലീസ് ഹെം ടു സ്റ്റാൻഡ് ഇൻ സൈലൻസ് തരും. ഇപ്പോൾ നമുക്കറിയാം അവിടെ ആകെ സൈലൻസ് ആണ്, ഇപ്പോൾ ഒരു ചടങ്ങുകളും അവിടെ നടക്കുന്നില്ല, ഒരു മസ്റ്റി സൈലൻസ് ആണ് ഇപ്പം ആ ഒരു പള്ളിയിലുള്ളത്. ദെൻ ലാസ്റ്റ് സ്റ്റാൻസ എന്ന് പറയുന്നത്, എ സീരിയസ് ഹൗസ് ഓൺ സീരിയസ് എർത്ത് ഇറ്റ് ഈസ്, ഇൻ ഹൂസ് ബ്ലെൻഡ് എയർ ഓൾ അവർ കമ്പൾഷൻസ് മീറ്റ് are recognized and robbed as destinies, and that much never can be absolutes, since someone will forever be surprising a hunger in himself to be more serious and gravitating with it to this ground which he once heard was proper to grow wise in, if only that so many dead lie round. Here in this stanza the speaker continues this new thought, calling the church is a serious house on serious earth. അപ്പോൾ നമുക്കറിയാം ഫിലിപ്പ് ലാർക്കിൻ അത്ര റിലീജിയസ് ആയിട്ടുള്ള ഒരു വ്യക്തി അല്ലായെങ്കിൽ കൂടി അദ്ദേഹം പറയുന്നത് എന്താണ്? ചേർച്ച് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ സീരിയസ് ഹൗസ് ഓൺ സീരിയസ് എർത്ത് എന്നാണ് പറയുന്നത്. ഈ ഒരു ഹൗസിലാണ്, അല്ലെങ്കിൽ ഈ ഒരു സീരിയസ് ഹൗസിലാണ് എന്ത് നടക്കുന്നത്? ആളുകളുടെ എല്ലാത്തിൻ്റെയും ഒരു കമ്പൾഷൻ മീറ്റ് നടക്കുന്നത്. ആൻഡ് ദെൻ നമ്മുടെ ഫിലിപ്പ് ലാർക്കിൻ പറയുന്നത്, ഹ്യൂമൻ എക്സിസ്റ്റൻസ് ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നതും റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നതും ഈ ഒരു സീരിയസ് ഹൗസിൽ വെച്ചിട്ടാണ്. ഹീ സേസ് ദാറ്റ് ഇറ്റ് ഷുഡ് നോട്ട് എവർ ബിക്കം അബ്സൊലേറ്റ് എന്ന് പറയുന്നുണ്ട്. അബ്സൊലേറ്റ് മീൻസ് ജീർണിച്ച അല്ലെങ്കിൽ പഴകിയ എന്നൊരർത്ഥമാണ്. സോ ഈ ഒരു
റെക്കഗ്നിഷനും അതുപോലെ ഹ്യൂമൻ ഡെസ്റ്റിനി ഒന്നും ഒരിക്കലും അല്ലെങ്കിൽ ഈ ഒരു ചേർച്ച് എന്ന് പറയുന്നത് ഒരിക്കലും എന്താവാൻ പാടില്ല, ഓബ്സലറ്റ് അല്ലെങ്കിൽ ജീർണിച്ച് നിൽക്കാൻ പാടില്ല. ഈ ചേർച്ചുകൾ എപ്പോഴും റിമെമ്പർ ചെയ്യപ്പെടേണ്ട കാര്യമാണ്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഇനഫ് ടു ബി റിമെമ്പേർഡ് ഫോർ എവർ. ദ ചേർച്ച് വിൽ ഫോർ എവർ ബ്രിങ് ഔട്ട് ഹങ്കർ ഈസ് വൺ ദാറ്റ് കനോട്ട് ബി ഡിസ്കവേർഡ് ത്രൂ എനി അതർ മീൻസ്. ദെൻ ദ ഡിസ്കവറി ഓഫ് സീരിയസ്നെസ് വിൽ റിമെയിൻ വിത്ത് വൺ അൺടിൽ ദ എൻഡ്. അതുമാത്രമല്ല, കുറച്ചും കൂടി കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളുകൾ ചേർച്ചിൽ പോകുന്നതിലേറെ അല്ലെങ്കിൽ അവർ പ്രാർത്ഥിക്കുന്നതിലേറെ ആളുകൾ എന്താവും, പരസ്പരം സ്ട്രഗിൾ ചെയ്തുകൊണ്ടേയിരിക്കും. ഈ ഒരു സ്റ്റാൻസയിൽ അദ്ദേഹം റീഡേഴ്സിനൊരു ഹോപ്പാണ് കൊടുക്കുന്നത്. അതായത് ദർ ഈസ് എ പോസിബിലിറ്റി ദാറ്റ് ചേർച്ചസ് വുഡ് ബി യൂസ്ഡ് ഫോർ ദി പേർപ്പസ് ഓഫ് റിച്വൽ സെറിമണീസ് സച്ച് ആസ് മാരേജ് ആൻഡ് ഡെത്ത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഹോപ്പാണ് ഫിലിപ്പ് ലാർക്കിൻ ലാസ്റ്റ് സ്റ്റാൻസയിലൂടെ റീഡേഴ്സിന് കൊടുക്കുന്നത്. അത് ചേർച്ചസൊക്കെ വീണ്ടും എന്താകും, പഴയ പോലെ തിരിച്ചു വരും എന്നുള്ളൊരു കാര്യമാണ്. മാത്രമല്ല, ഇപ്പോൾ നമുക്കറിയാലോ ചേർച്ചുകളൊക്കെ എത്ര നശിച്ചു പോയാലും അതിലൊരു സ്പിരിച്വൽ ആയിട്ടുള്ളൊരു മെമ്മറി ഉണ്ടായിരിക്കും. സോ ആ ഒരു മെമ്മറി ഒരിക്കലും ആളുകൾ എന്തെയില്ല, ഫോർഗോട്ട് ചെയ്യില്ല. അത് എപ്പോഴും അവർ റിമെമ്പർ ചെയ്തുകൊണ്ടേയിരിക്കും. അതുമാത്രമല്ല, പീപ്പിൾ വിഡ് തിങ്ക് ദാറ്റ് എ വിസിറ്റ് ടു ചേർച്ച് വുഡ് മേക്ക് ദം വൈസ് ആൻഡ് ഡെഡ് ബോഡീസ് ആർ ബറീഡ് ദർ. അപ്പോൾ ചേർച്ചിലേക്ക് പോകുന്ന ആളുകൾക്ക് ഒരു വയസ്സായിട്ടുള്ളൊരു അനുഭവം അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ളൊരു പോസിറ്റീവ് എനർജി കൊടുക്കുമെന്നുള്ളത് തീർച്ചയായിട്ടും ആളുകൾ വിശ്വസിച്ചു കൊണ്ടേയിരിക്കും. ഓക്കെ, ഇതൊക്കെയാണ് ഈ ഒരു പോയട്രിയിൽ പറയുന്നത്. ഈ ഒരു പോയട്രീൻ്റെ ഒരു ഓവറോൾ ആയിട്ടുള്ളൊരു കാര്യം, ഒരു വ്യൂ പോയിൻ്റ് നമുക്ക് നോക്കാം. അതായത് ദ പോം ചേർച്ച് ഗോയിങ് ഈസ് എ ലിറിക് പോം റിട്ടൺ ബൈ ഫിലിപ്പ് ലാർക്കിൻ ആൻഡ് ഇറ്റ് ഈസ് എ റിലീജിയസ് പോം. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അധികം എക്സ്പ്ലെയിൻ ചെയ്യേണ്ടല്ലോ, ഒരു റിലീജിയസ് പോമാണ്. അത് മാത്രമല്ല, ഇറ്റ്സ് എ ലിറിക്കൽ പോം. ആക്ച്വലി ഫിലിപ്പ് ലാർക്കിൻ ഈസ് നോട്ട് എ റിലീജിയസ് പേഴ്സൺ, ബട്ട് he is trying to say the future of churches in this modern age. Then many readers and critics have misinterpreted it as a religious poem, but Philip Larkin has denied this interpretation. സോ പല ക്രിട്ടിക്സും ഇതൊരു റിലീജിയസ് പോയമാണ് എന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ഫിലിപ്പ് ലാർക്കിൻ പറയുന്നത് ദിസ് ഈസ് നോട്ട് എ റിലീജിയസ് പോം എന്നൊരു ഇതിലാണ് ഫിലിപ്പ് ലാർക്കിൻ പറയുന്നത്. According to him, it is not a religious poem, but it is a pure secular poem which is no specific sect or religion has been criticized. ഇവിടെ ഒരു റിലീജിയനെയും ക്രിട്ടിസൈസ് ചെയ്യുന്നില്ല, അതുപോലെ ഒരു റിലീജിയനെ എന്ത് ചെയ്യുന്നില്ല, പൊക്കി പറയുന്നില്ല. പക്ഷേ ഓൺലി എന്താണ് അദ്ദേഹം ചെയ്യുന്നത്, ഓൺലി ഹി ഫോക്കസസ് ഓൺ ദി ഫ്യൂച്ചർ ഓഫ് ചേർച്ചസ്. ചേർച്ചുകളുടെ ഫ്യൂച്ചർ എന്താണെന്നുള്ളത് മാത്രമേ പറയുന്നുള്ളൂ. ഇവിടെ ഇപ്പം നമുക്കറിയാം ചേർച്ച് എന്ന് പറയുന്നത് ക്രിസ്ത്യൻസ് യൂസ് ചെയ്യുന്നതാണ്. പക്ഷേ ഒരു റിലീജിയൻ്റെയും പേര് അവിടെ സ്പെസിഫിക് ആയിട്ട് അദ്ദേഹം യൂസ് ചെയ്തിട്ടേ ഇല്ല. സോ ദിസ് ഈസ് നോട്ട് എ റിലീജിയസ് പോം. ജസ്റ്റ് ഗിവ്സ് ഓർ ടോക്ക് അബൌട്ട് ഹിസ് ഒപ്പീനിയൻ അബൌട്ട് ദ ഫ്യൂച്ചർ ഓഫ് ചേർച്ചസ്. He also depicts the future of people with respect to religion and superstitious beliefs. And World War left impact on many prudent minds. അതായത് ഈ വേൾഡ് വാറാണ് ശരിക്കും വിശ്വാസികളെ ശരിക്കും വിശ്വാസം ഇല്ലാതാക്കി മാറ്റിയത്. ഓക്കെ, കാരണം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, കാരണം വേൾഡ് വാറിന് ശേഷം ആളുകളൊരു ആംബിഗിറ്റിയിലെത്തി. റിലീജിയൺ ആണോ, കാരണം എന്താണെന്ന് വെച്ചാൽ വേൾഡ് വാറിൻ്റെ സമയത്ത് ആളുകൾക്ക് ഒരുപാട് നഷ്ടം സംഭവിച്ചിട്ടുണ്ട്, ഒരുപാട് മരണങ്ങൾ സംഭവിച്ചു, ഒരുപാട് ജോലി നഷ്ടപ്പെട്ടു, പിന്നെ കുറേ ആളുകൾ അനാഥരായി, കുറേ കുട്ടികൾ അനാഥരായി, ഭക്ഷണമില്ലായിരുന്നു, അങ്ങനെ ഒരുപാട് ദുരിതങ്ങളാണ് ഈ വേൾഡ് വാറിന് ശേഷം സംഭവിച്ചത്. അപ്പോൾ ആളുകൾക്ക് എപ്പോഴും ഒരു മൈൻഡ് ഉണ്ട്, അതായത് നമുക്ക് എന്തെങ്കിലും സങ്കടം, വിഷമങ്ങൾ, ദുരിതമൊക്കെ വന്നു കഴിഞ്ഞാൽ ദൈവത്തെ പ്രാർത്ഥിച്ചാൽ നമുക്കൊരു കൺസോൾ കിട്ടുമെന്നുള്ളൊരു ചിന്താഗതി ഉണ്ട്. പക്ഷേ ആ ചിന്താഗതി എന്തായി, ഈ വേൾഡ് വാറോട് കൂടിയിട്ടില്ലാതായി. കാരണം എത്ര ദൈവത്തെ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടും എത്ര മെഴുകുതിരി കത്തിച്ചിട്ടും അല്ലെങ്കിൽ എത്ര വഴിപാട് കൊടുത്തിട്ടും ആളുകൾക്ക് എന്ത് ചെയ്യില്ല, ഈ ഒരു ദുരിതത്തിൽ നിന്നൊരു മോചനം ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ആളുകൾക്ക് ആ ഒരു റിലീജിയസ് ഫെയ്ത്ത് നഷ്ടപ്പെടാൻ തുടങ്ങിയത്. സോ ഈ ഒരു പോയിട്രിയിൽ പറയുന്ന കാര്യങ്ങൾ എന്താണ്, ശരിക്കും ദ പതറ്റിക് കണ്ടീഷൻ ഓഫ് പീപ്പിൾ ആഫ്റ്റർ വേൾഡ് വാറിന് ശേഷം എങ്ങനെയാണ് ആളുകൾ റിലീജിയൻസിനെയും ചേർച്ചിനെയും അപ്രോച്ച് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഒരു ഇതിലൂടെ പറയുന്നത്, ഈ ഒരു പോയിറ്റിലൂടെ പറയുന്നത്. He says that the churches or the future of churches would no more be used for religious purposeനൊന്നും ആവില്ല ഇനി മുതൽ ഈ ചേർച്ചുകളൊന്നും യൂസ് ചെയ്യുന്നത്, വേറെ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്കാവും യൂസ് ചെയ്യാം. നമുക്ക് ഈ ഒരു പോയട്രിയിൽ തന്നിട്ടുള്ള തീം ഒന്ന് അനലൈസ് ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് റിലീജിയൻ തന്നെയാണ് ഇതിൻ്റെ തീമായിട്ട് വരുന്നത്. ദ പ്രൈമറി തീം ഓഫ് ദി പോം ഈസ് റിലീജിയൻ.
ഓക്കെ, കാരണം എന്താണ് ചേർച്ച് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ചേർച്ച് ഗോയിങ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇറ്റ് ഈസ് സംവാട്ട് റിലേറ്റഡ് ടു റിലീജിയൻ ബട്ട് നോട്ട് ക്രിറ്റിസൈസിങ് റിലീജിയൻ. ഓക്കെ, റിലീജിയനുമായി ബന്ധപ്പെട്ടുള്ളതാണ്, പക്ഷേ റിലീജിയൻ അല്ല. And the speaker is not at all a religious person, but he describes the people's attitude towards religion and churches after World War. ഇനിയിപ്പോൾ ആ ടൈറ്റിൽ ചേർച്ച് ഗോയിങ് എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ചേർച്ച് ഈസ് ഗോയിങ് ടു ഫെയ്ഡ്. ഓക്കെ, ചേർച്ച് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഇമേജ് തന്നെ മനുഷ്യരുടെ ഉള്ളിൽ നിന്ന് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് എന്നുള്ളതാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് തീം വരുന്നത് ടൈം ആൻഡ് ഡെത്ത് ആണ്. ദ പാസേജ് ഓഫ് ടൈം ആൻഡ് ഡെത്ത് ഈസ് എ കോമൺ തീം ഇൻ ഫിലിപ്പ് ലാക്സിൻ പോം. ഇപ്പോൾ ഫിലിപ്പ് ലാക്കിൻ്റെ വേറൊരു പോയം ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് എടുക്കാം. നെക്സ്റ്റ് പ്ലീസ് എന്ന് പറയുന്നൊരു പോം ഉണ്ട്. ചെറിയൊരു പോയിട്രിയാണ്, ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ പോയിട്ട് നോക്കുക. വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിറിക്സ് എടുത്തിടാം. ഭയങ്കര ഈസിയാണ് ആ പോം. അതിലും ഇതുപോലെ ഡെത്തിനെ കുറിച്ചാണ് പറയുന്നത്. അതുപോലെ പാസിങ് ടൈം, അത് രണ്ടുമാണ് അതിൽ വരുന്ന തീം. സോ മോസ്റ്റ് ഓഫ് ഹിസ് പോം സെലിബ്രേറ്റഡ് ദി തീം ഓഫ് ഡെത്ത് ആൻഡ് ടൈം. ഏകദേശം ഈ ഒരു വർക്കിനെ പറ്റിയുള്ള ഒരു അനാലിസിസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി കുറച്ച് കാര്യങ്ങളൂടെ ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ ഒരു പോയത്തിൽ കൊടുത്തിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടേംസ് അല്ല, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അതിലൊന്നാണ് ലിറ്റിൽ ബുക്സ് എന്ന് പറയുന്നത്. ബുക്സ് യൂസ്ഡ് ഫോർ സർവീസ് ഇൻ ദി ചേർച്ച് ഓഫ് ഇംഗ്ലണ്ട് ഇൻക്ലൂഡിങ് ഹൈംസ് ആൻഡ് ബുക്ക് ഓഫ് കോമൺ പ്രയർ. ലിറ്റിൽ ബുക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ബൈബിൾ പോലെയുള്ള, അല്ലാതെ കോമൺ പ്രയറിനുള്ള ചെറിയ ചെറിയ ബുക്സ് ഉണ്ടാവും, ഹൈംസ് ഒക്കെ എഴുതിയ ബുക്സ് ഉണ്ടാവും. അതാണ് ലിറ്റിൽ ബുക്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ സ്പ്രോളിംഗ് ഓഫ് ഫ്ലവേഴ്സ് ഉണ്ട്. ഫ്ലവേഴ്സ് പ്ലേസ്ഡ് നിയർ ദി അൾട്ടാർ ഓഫ് ചേർച്ച് ഫോർ സർവീസ്. അപ്പോൾ ചേർച്ചിനുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ടുള്ള ഫ്ലവേഴ്സിനെയാണ് നമ്മൾ സ്പ്രോളിംഗ് ഓഫ് ഫ്ലവേഴ്സ് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ദെൻ ബ്രാസ് ആൻഡ് സ്റ്റെഫ് നേരത്തെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, യൂസ്ഡ് ഫോർ കാൻഡിൽ സ്റ്റിക്സ്. ഓക്കെ, ബ്രാസ് എന്ന് പറയുന്നത് എന്താണെന്നറിയോ? നേരത്തെ ഞാൻ പറഞ്ഞത് എന്താ, പിച്ചളപാത്രം എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതൊന്ന് എഡിറ്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾ ലെക്ചർ എഴുതിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് മാറ്റുക. ബ്രാസ് എന്നത് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇതില്ലേ ക്യാൻഡിൽസൊക്കെ വെക്കുന്ന ഒരു തരം ഭയങ്കര ഡിസൈനൊക്കെ ആയിട്ടുള്ളൊരു പാത്രമില്ലേ, ക്യാൻഡിൽസ് കുത്തി വെക്കുന്നത്, അതാണ്. ഞാൻ അത് സ്ക്രീനിൽ കാണിക്കാം. ഓക്കെ, വീഡിയോ ശ്രദ്ധിക്കുക. സോ ഇത്രയും കാര്യങ്ങൾ ഇതിൽ ഡിസ്കസ് ചെയ്താൽ മതി. പിന്നെ നിങ്ങൾക്ക് ഡൗട്ടുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. വേണമെങ്കിൽ ഗൂഗിൾ യൂസ് ചെയ്യാം, വേറെ യൂട്യൂബ് ചാനൽസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എനിവേ, താങ്ക് യു ഫോർ ലിസണിങ് മൈ ക്ലാസ്. വീഡിയോ ഒരുപാട് ലെങ്തി ആയി. ഇനി എന്തെങ്കിലും നോട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, ടെലിഗ്രാം ചാനൽ വഴിയോ അല്ലെങ്കിൽ വാട്സാപ്പ് ഗ്രൂപ്പ് വഴിയോ ഷെയർ ചെയ്യുന്നതാണ്. വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എനിവേ, താങ്ക് യു. എല്ലാവർക്കും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ബൈ.